ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ക്രാഫ്റ്റ് ആൻഡ് ഡ്രീംസ്. ഇന്നൊരു സിമ്പിളായിട്ടൊരു ടിഷ്യൂ പേപ്പർ റോസ് ഫ്ലവറാണ് ചെയ്യാൻ പോണത്. അതിനായിട്ട് നമ്മൾ നോർമലി യൂസ് ചെയ്യുന്ന ടിഷ്യൂസ് അത് എടുക്കണം. പിന്നെ അതുപോലെ തന്നെ സ്കെച്ച് പെൻ അല്ലെങ്കിൽ പകരം ആക്രിലിക് ആയാലും മതി. അത് നമ്മൾ 4 പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം. കുറച്ചൊരു 5 എണ്ണം എടുത്തിട്ട് ജസ്റ്റ് ഇങ്ങനെ ചെറിയ സ്ക്വയർ പീസായി കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഇഷ്ടമുള്ള കളർ ഏതെന്ന് വെച്ചാൽ അത് വെച്ചിട്ട് നമുക്കൊന്ന് റൗണ്ടിൽ ഇതുപോലെ വരച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്കതൊന്ന് നല്ല നീറ്റായിട്ട് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് കൂടുതൽ എടുക്കുമ്പോൾ നമുക്ക് കട്ട് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണ് ഞാനിപ്പോൾ കുറച്ചെടുത്തിട്ട് കട്ട് ചെയ്യുന്നത്. നല്ല റൗണ്ടിൽ കട്ട് ചെയ്യാം. കുറച്ചും കൂടി റൗണ്ട് ഇത്തിരി വലുതായാലും കുഴപ്പമില്ല. അപ്പോൾ കുറച്ചും കൂടി നമുക്ക് വലിയ ഫ്ലവർ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അത് കട്ട് ചെയ്തതിന് ശേഷം നമ്മളൊരു ബാക്കിയുള്ള ഏരിയയും ഇതുപോലെ കളർ ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് സ്കെച്ച് വെച്ചിട്ടൊന്ന് കളർ ചെയ്താൽ മതി. അല്ലെങ്കിൽ നമുക്ക് ആക്രിലിക് കളേഴ്സ് ആകുമ്പോൾ ഒന്ന് ഡ്രൈ ആവാനുള്ള ടൈം എടുക്കും. അപ്പോൾ ഇതുപോലെ സ്കെച്ച് വെച്ചിട്ടൊന്ന് കളർ ചെയ്യാം. അതിനുശേഷം ഇതുപോലത്തെ ഒരു ഗ്ലാസ് എടുത്തിട്ട് നമ്മൾ ഓരോ ടിഷ്യൂ പേപ്പറും എടുത്ത് ജസ്റ്റ് ഞാനിപ്പോൾ അതിന് മുൻപായിട്ട് കുറച്ച് കുറച്ച് വാട്ടർ യൂസ് ചെയ്തിട്ട് ഒന്ന് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഓരോ ടിഷ്യൂസും എടുത്ത് ജസ്റ്റ് ഒന്ന് മടക്കിയിട്ട് അതിലൊരു ലെയർ എടുത്താൽ മതിയാവും. വേണമെങ്കിൽ നമുക്ക് 2 ലെയർ എടുക്കാം. ഇതുപോലെ മടക്കി വെച്ചിട്ട് അടുത്ത ഒരു ടിഷ്യൂ വയ്ക്കുക. അതിൻ്റെ ഇടയിലായിട്ട് ഗം വെച്ചിട്ട് ഓരോന്നും നമുക്കിങ്ങനെ പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. റൗണ്ടിൽ ഇങ്ങനെ പേസ്റ്റ് ചെയ്യണം. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് ഏകദേശം ഒരു ഹാഫ് പോർഷനോളം അതിലേക്ക് ആ ഗ്ലാസ് ബൗളിലേക്ക് നമ്മൾ ഇറക്കി വെക്കുന്ന രീതിയിൽ വേണം സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാൻ. അടുത്തടുത്തായിട്ട് സ്റ്റിക്ക് ചെയ്യാം. ഇതിനേക്കാളും കുറച്ചും കൂടി അടുത്ത് ചെയ്യണമെങ്കിൽ അടുത്ത് ചെയ്യാം. പക്ഷേ അപ്പോൾ കൂടുതൽ ടിഷ്യൂസ് വെച്ച് അറേഞ്ച് ചെയ്യണം, അത്രേ ഉള്ളൂ. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി കൂടുതൽ ഭംഗി ഉണ്ടാവും. അപ്പോൾ ഞാനിപ്പോൾ ചെറിയൊരു ഡിസ്റ്റൻസിൽ ടിഷ്യൂ വെച്ചിട്ട് അറേഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ഒന്നില്ലെങ്കിൽ നമ്മൾ ഡയറക്റ്റ് ഗമ്മ് അതിലേക്ക് ആ ഒരു ബോട്ടിൽ ഗമ്മിൻ്റെ അത് വെച്ചിട്ട് തന്നെ നേരിട്ട് അപ്ലൈ ചെയ്യാം. അല്ലെങ്കിൽ ഇതുപോലെ ഒരു പെയിൻറ്റ് ബ്രഷ് യൂസ് ചെയ്തിട്ട് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് റൗണ്ട് കഴിഞ്ഞു, ഇനി റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കാം. അപ്പോൾ നമ്മൾ അധികം ഗം അപ്ലൈ ചെയ്ത് ആകെ എല്ലാം കൂടി ഒന്ന് സ്റ്റിക്കാവും. അതുകൊണ്ട് വളരെ കുറച്ച് എമൗണ്ട് എടുത്തിട്ട് അതിൻ്റെ ആവശ്യത്തിന് വേണ്ടത് മാത്രം വെച്ചിട്ട് നമുക്കിങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. ഇത് ഈ റൗണ്ട് കംപ്ലീറ്റ് ആവണ വരെ റിപ്പീറ്റ് ചെയ്യാം. നമുക്ക് ഇതിന് പകരം ക്രേപ്പ് പേപ്പേഴ്സ് യൂസ് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ നമുക്ക് തിന്നായിട്ടുള്ള പേപ്പേഴ്സ് ആയിരിക്കും നമുക്കിത് ഉണ്ടാക്കാൻ എളുപ്പം. കാണാനും ഭംഗി അത് തന്നെ ആയിരിക്കും. ഈ ഒരു ടിഷ്യൂവിൽ തന്നെ നമുക്ക് കളർ മിക്സ് ചെയ്ത് ചെയ്യാം. ഇതിപ്പോൾ ഏറ്റവും സിമ്പിളായിട്ടുള്ള രീതിയാണ് ചെയ്യുന്നത്. ഇപ്പം അതിൻ്റെ അടുത്തൊരു സെക്ഷൻ നമ്മൾ കട്ട് ചെയ്തെടുക്കുമ്പോൾ കുറച്ചും കൂടി ആ റൗണ്ടിൻ്റെ വലിപ്പം വേണമെങ്കിൽ കുറയ്ക്കാം. അധികമല്ല, ഒരു കുറച്ച്. നീറ്റായിട്ട് തന്നെ അറേഞ്ച് ചെയ്യാം. ഇതിന് മുൻപ് നമ്മൾ ക്രേപ്പ് പേപ്പർ കൊണ്ട് ഒരു ഡാലിയ ഫ്ലവർ ചെയ്തിരുന്നു. അതൊക്കെ എന്ന് വെച്ചാൽ നമ്മൾ ഓരോ പെറ്റൽസും കട്ട് ചെയ്ത് നമ്മൾ അറേഞ്ച് ചെയ്തൊക്കെ വേണം. അതൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമുക്കിത് വളരെ സിമ്പിളായിട്ട് ചെറിയ കുട്ടികൾക്കടക്കം ഉണ്ടാക്കിയെടുക്കാം. അതിന് താല്പര്യമുള്ളവർക്കാണെങ്കിൽ അവർ അത് നല്ല നീറ്റായിട്ട് തന്നെ ചെയ്തെടുക്കുമല്ലോ. അപ്പോൾ ഏകദേശം ഇത് നമുക്കിതിപ്പോൾ കംപ്ലീറ്റ് ആവാറായിട്ടുണ്ട്. ഇപ്പോൾ നമ്മളിത് റൗണ്ട്
കംപ്ലീറ്റ് ആയി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം എല്ലാം വെച്ച് അറേഞ്ച് ചെയ്തു. ഇനി സ്റ്റിക്കായതിന് ശേഷം നമുക്കതൊന്ന് എടുത്ത് നോക്കാം. എടുത്ത് നോക്കുമ്പോഴാണ് നമുക്കത് കറക്റ്റ് ആയോ ഇല്ലേ നമുക്ക് ഒരു ഐഡിയ ഉണ്ടാവില്ല. ഏകദേശം ഉണ്ടായിട്ടെന്നാണ് എൻ്റെ പ്രതീക്ഷ. ഞാനിതിപ്പോൾ ഫസ്റ്റ് ടൈമാണിത് ട്രൈ ചെയ്യുന്നത്. ഈ ഒരു പേപ്പറും കൂടി ഒന്ന് രണ്ടെണ്ണം കൂടി ജസ്റ്റ് ഒന്ന് സ്റ്റിക്ക് ചെയ്യാം. ഒരു കളർ ചേഞ്ച് ആയിട്ട് ഞാൻ കുറച്ച് ആദ്യം കട്ട് ചെയ്ത് വെച്ചത് വേറൊരു കളർ കൊടുത്തിരുന്നു. അത് ഒരു പ്രശ്നമുള്ള കാര്യമില്ല. നമുക്കൊരു ഡബിൾ കളറിൻ്റെ ഒരു എഫക്റ്റ് കിട്ടും. ഒക്കെ ഒന്ന് തിരിച്ച് നോക്കാം. അപ്പോൾ കണ്ടോ, കുറേ ലെയറുള്ള നല്ലൊരു അടിപൊളി റോസ് ഫ്ലവർ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത് കുറച്ചും കൂടി കളർ പേപ്പർ ആകുമ്പോൾ കുറച്ചും കൂടി കാണാൻ ഭംഗിയുണ്ടാവും. അപ്പോൾ ഇത് എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. കുറേ ലെയേഴ്സ് ഉണ്ട്. നമുക്ക് ചെറിയ ഫ്ലവർ ആണെങ്കിൽ ആ രീതിയിൽ കുറച്ചും കൂടി റൗണ്ടിൽ കട്ട് ചെയ്യുമ്പോൾ ചെറുതാക്കി കട്ട് ചെയ്യാം. അപ്പോൾ ഈ ഒരു ഫ്ലവർ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വെക്കേഷൻ ടൈമൊക്കെ ഇല്ല, അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് പ്രതീക്ഷിക്കുന്നു.